മഞ്ഞ് വീണ് തണുത്ത പ്രഭാതത്തിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരം പതുക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരെ ഇറക്കാനും കയറ്റാനുമായി വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന സൈക്കിൾ റിക്ഷകൾ ആ രംഗത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നുണ്ട്. സ്റ്റേഷന് പുറത്ത് നീണ്ടു നിൽക്കുന്ന സൈക്കിൾ റിക്ഷകൾ അക്ഷമരായി യാത്രക്കാരെ കാത്തുനിൽക്കുകയാണ്. ആ നീണ്ടു നിൽക്കുന്ന റിക്ഷകളിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കിഷൻ കുമാർ. പതിവിന് വിപരീതമായി ഈ തണുപ്പാൻ കാലത്ത് തന്നെ സ്റ്റേഷന് മുൻപിൽ സവാരി കാത്തു നിൽക്കുന്നത് സത്യത്തിൽ മറ്റാരുടേതുമല്ല, ഏറെ കാത്തിരുന്ന കിഷൻ കുമാറിന്റെ മകൾ ഇന്ന് ഇവിടെ വണ്ടി ഇറങ്ങും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഹ്ലാദവും അയാളുടെ കണ്ണുകളിലുണ്ട്. കിഷൻ കുമാറിന്റെ മകൾ സോനം ബോംബെയിലുള്ള ഒരു തുണിമില്ലിൽ ജോലിക്ക് ചേർന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 മാസമായി. തൻ്റെ ഗ്രാമമായ കർമാലിയിൽ നിന്ന് 4-5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ബോംബെ നഗരത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആ വലിയ തുണിമില്ലിലെത്താൻ. ജോലി കിട്ടി ആദ്യ യാത്രയിൽ സോനത്തെ അനുഗമിച്ച് കിഷനും കൂടെ ഉണ്ടായിരുന്നു. അവളെ ആ വലിയ തുണിമില്ലിൻ്റെ കവാടത്തിൽ തനിച്ചാക്കി മടങ്ങി വരുമ്പോൾ കിഷൻ സങ്കടം കൊണ്ട് നീറുന്നുണ്ടായിരുന്നു. എന്നാൽ സോനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരുന്നു. കാരണം വീട്ടിലുള്ള കുറഞ്ഞ സൗകര്യവും അവളുടെ 7-അംഗ കുടുംബത്തിന് മേൽ കരുനിഴലായി വീണിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ വിഷമതകളും ആ 21-കാരിയെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു അവസ്ഥയായിരുന്നു. മൂത്ത കുട്ടി എന്ന നിലയിൽ ഇനി തൻ്റെ പിതാവിനെ പോലെ കുടുംബത്തിനു വേണ്ടി പടപൊരുതാൻ അവളും ആഗ്രഹിച്ചു. അങ്ങനെ നീണ്ട വലിയ ആലോചനയുടെ അവസാനം അവളുടെ ഒരു ബന്ധു വഴി സോനം ദൂരെ ബോംബെയിൽ ഒരു തുണിമില്ലിൽ ജോലിക്ക് ചേർന്നു. ഇപ്പോൾ ചിലപ്പോഴൊക്കെ വരുന്ന കത്ത് വഴി മാത്രമാണ് സോനവുമായി സംസാരിക്കാൻ കഴിയുന്നത്. 2-3 കത്തുകൾക്ക് ശേഷം 2 മാസം കഴിഞ്ഞാണ് ആദ്യമായി സോനത്തിൻ്റെ മണി ഓർഡർ കിഷന് കിട്ടുന്നത്. മകൾ അധ്വാനിച്ച തുക ആദ്യമായി കൈപ്പറ്റുമ്പോൾ കിഷന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ചെറിയ ഒരു കുറ്റബോധവും അയാൾക്ക് തോന്നി. അതിന് കാരണം അയാളുടെ ദുരഭിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കഴിവുകേടിനെയും നിത്യം അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധ രോഗങ്ങളെയും അയാൾ മനസ്സിൽ ശപിച്ചു. കാര്യം എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ സോനത്തിൻ്റെ മണി ഓർഡറുകൾ ആ കുടുംബത്തിന് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തോന്നിയ ആ ദുരഭിമാനം ഇപ്പോൾ മാറി അതിൽ ഒരു അഭിമാനകരമായ ചിലതുണ്ടെന്ന് കിഷൻ കുമാറിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോനത്തിന് ഇപ്പോൾ വിവാഹപ്രായമായി. മാത്രമല്ല അവളെ ചോദിച്ച് നാട്ടിലുള്ള ചെറുപ്പക്കാർ ആലോചനയുമായി വരാനും തുടങ്ങിക്കഴിഞ്ഞു. സോനത്തിന് ഇപ്പോൾ ഒരു നല്ല ജോലിയുമുണ്ട്, നല്ലൊരു വരുമാനവുമുണ്ട്. അതുകൊണ്ട് യോഗ്യന്മാരായ ചെറുപ്പക്കാരെയാണ് ആ പിതാവ് നോക്കുന്നത്. ഇതിനകം തന്നെ സോനത്തിൻ്റെ കൂടെ വളർന്ന പെൺകുട്ടികളിൽ മിക്കവരും വിവാഹിതരായി സമീപസ്ഥങ്ങളായ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. കിഷൻ കുമാറിന്റെ കൂടെ സൈക്കിൾ റിക്ഷ ഓടിച്ചിരുന്ന രഞ്ജൻ ഭായിയുടെ 2ാമത്തെ മകൻ രവിരഞ്ജൻ വധുവിനെ അന്വേഷിക്കുന്ന കാര്യം കിഷന് അറിയാമായിരുന്നു. രവിരഞ്ജന് റെയിൽവേയുടെ പുറംപോക്കിൽ സ്വന്തമായി ഒരു പാൻ മസാല ഷോപ്പുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ 7-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ച് പാൻ മസാല കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങിയതാണ് രവി. 5 വർഷം അവിടെ ജോലി ചെയ്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സ്വന്തമായി ചെറിയ ഒരു പാൻ മസാല ഷോപ്പ് വെച്ച് പ്രാപ്തി തെളിയിച്ചതാണ് അവൻ. ഇപ്പോൾ അത് വളർന്ന് 3 കടകളായിട്ടുണ്ട്. രവി സോനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബന്ധമായിരിക്കും. കാണാൻ തരക്കേടില്ലാത്ത സോനത്തെ എന്തായാലും അവന് ബോധിക്കും. മാത്രമല്ല ആരോഗ്യം മോശമായി വരുന്ന തനിക്ക് അവൻ്റെ കടയിൽ പോയിരിക്കാമല്ലോ. തൻ്റെ മനസ്സിലിരിപ്പ് കിഷൻ കുമാർ തൻ്റെ ഭാര്യയായ മധുമിതയോട് സൂചിപ്പിച്ചിരുന്നു. മധുമിത ആദ്യം വലിയ സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അവളുടെ മട്ടുമാറി. ഒരു ആശങ്കയാണ് പിന്നീട് അവളുടെ മുഖത്ത് നിഴലിച്ചത്. അതിനെക്കുറിച്ച് അതിനുശേഷം അവർ പരസ്പരം സംസാരിച്ചിട്ടേയില്ല. പക്ഷേ കിഷൻ കുമാറിന് തൻ്റെ ഭാര്യയുടെ അതിർത്തിയിൽ ചെറിയ നീരസം തോന്നാതിരുന്നില്ല. കിഷൻ കുമാർ അങ്ങനെയാണ്. എത്ര പ്രകോപനവും അപമാനവും മാനസിക വിഷമവും ഉണ്ടെങ്കിലും ഒരിക്കലും കോപത്തോടെ പൊട്ടിത്തെറിക്കുന്നത് ആരും കണ്ടിട്ടില്ല. ഒരു പക്ഷേ കിഷന്റെ ജോലി കിഷനെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം.
ദിവസേന എത്രയോ പ്രകോപനങ്ങൾ, അപമാനങ്ങൾ എന്തൊക്കെയുണ്ടായാലും എല്ലാം മറക്കാൻ എല്ലാ ഊർജവും ഉപയോഗിച്ച് തൻ്റെ സൈക്കിൾ റിക്ഷ ചവിട്ടി തൻ്റെ ജീവിതവും തൊഴിലും സവാരിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാത്രമായി അയാളുടെ ശ്രദ്ധ മാറും. കഴിഞ്ഞ ആഴ്ച അയച്ച കത്തിൽ സോനം അവൾ വരുന്ന കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റു വിശേഷങ്ങളുമുണ്ടായിരുന്നു. അവൾ താമസിക്കുന്ന കമ്പനി വക സൗകര്യത്തിൽ അവളെപ്പോലെ 100-ലധികം പെൺകുട്ടികളുണ്ടത്രേ. ഒരിക്കൽ അവൾ യാദൃശ്ചികമായി അവളുടെ ഗ്രാമത്തിലെ തന്നെയുള്ള ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടി. അവളുടെ പേര് രേഖ എന്നായിരുന്നു. പരിചയമുള്ള 2 പേർ കണ്ടുമുട്ടിയപ്പോൾ അവർക്കിടയിൽ പഴയ സൗഹൃദം വീണ്ടും സജീവമായി. നാടുവിട്ട് ജീവിക്കുന്ന അവർക്ക് പരസ്പരം ഒരു സഹായമായാണ് അതിനെ കണ്ടത്. കഠിനമായ ജോലിയാണെങ്കിലും അവരെല്ലാം സന്തോഷത്തോടെയാണ് അവിടെ കഴിയുന്നത്. ഭക്ഷണവും സുരക്ഷയും എല്ലാം തന്നെ കുഴപ്പമില്ലാത്ത തരത്തിലാണ്. എല്ലാമായും അവൾ ഇതിനകം പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ കാര്യവും അവൾ ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. പ്രകാശ് എന്നാണ് അവൻ്റെ പേര്. സോനം കണ്ടുമുട്ടിയ രേഖയുടെ ചേട്ടനാണത്രേ ഈ പറഞ്ഞ പ്രകാശ്. പറഞ്ഞു വരുമ്പോൾ അവരൊക്കെ കിഷൻ്റെ തന്നെ കർമാലി ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ബോംബെയിൽ ഒരു ടയർ കമ്പനിയിലാണ് പ്രകാശ് ആദ്യം പണിക്ക് ചേർന്നത്. പിന്നീട് തുണിമില്ലിലേക്ക് മാറിയതായിരുന്നു ആ യുവാവ്. കർമാലി ഗ്രാമത്തിൽ നിന്ന് ഒട്ടനവധി പേർ പ്രകാശിനെ പോലെ ബോംബെയിലെ നിരവധി ടയർ കടകളിൽ വ്യാപകമായി ജോലി ചെയ്യുന്ന കാര്യം കിഷന് അറിവുള്ള കാര്യമാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്ത് സൈക്കിൾ റിക്ഷയിൽ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്ന കിഷൻ കുമാർ പെട്ടെന്ന് ഉണർന്നു. ദൂരെ നിന്ന് വണ്ടി വരുന്ന ശബ്ദം കേൾക്കാം. ഉടനെ അതുവരെ ഇല്ലാതിരുന്ന ഒരു തിരക്ക് അവിടെയെങ്ങും വ്യാപിച്ചു. റിക്ഷക്കാരും കച്ചവടക്കാരും ആലസ്യത്തിൽ നിന്ന് ഉണർന്നു. കിഷൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ നടവഴിയിൽ പോയി നിൽക്കുമ്പോൾ ട്രെയിൻ വലിയ ഒരു ശബ്ദത്തോടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു. ദീർഘദൂര വണ്ടിയാണെങ്കിലും ആ ചെറിയ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കിനിടയിൽ ആൾക്കാർ പരക്കം പായുന്നു. യാത്രക്കാർ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിനകത്തോട്ട് കയറിപ്പോകുന്നു. ഇതിനിടയിൽ ഇറങ്ങി വരുന്ന യാത്രക്കാരെ തങ്ങളുടെ റിക്ഷയിൽ കയറ്റാനായി ഒരു മല്ലയുദ്ധം റിക്ഷക്കാരുടെ ഇടയിൽ നടക്കുന്നു. അപ്പോഴൊക്കെ ദൂരത്ത് കണ്ണും നട്ട് കിഷൻ കുമാർ തൻ്റെ മകളെ നോക്കി നിൽക്കുകയായിരുന്നു. മകൾ പുറത്തേക്ക് നടന്നു വരേണ്ട സമയം കഴിഞ്ഞിട്ടും അവളെ കാണാതെയായപ്പോൾ ആ മനുഷ്യൻ ഒന്നുകൂടി ചുറ്റും കണ്ണോടിച്ചു. ഇതിനകം ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടിരുന്നു. പതുക്കെ സ്റ്റേഷന് ചുറ്റും തിരക്ക് കുറഞ്ഞ് പഴയപടിയായി തുടങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അവൾ വരുന്നത് വേറെ വല്ല ദിവസമോ മറ്റോ ആണോ? സന്തോഷം കൊണ്ട് തിളങ്ങിയിരുന്ന കിഷന്റെ കണ്ണുകളിൽ നിരാശ പടർന്നു. ദുഃഖത്തോടെ പടികളിറങ്ങി തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ കിഷൻ കുമാറിൻ്റെ പിറകിൽ നിന്നും ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ വിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മകൾ സോനം. കയ്യിൽ കുറച്ച് ബാഗും വലിയ ഒരു സ്റ്റീൽ തളികയുമൊക്കെ ഉണ്ട് അവളുടെ കയ്യിൽ. അവൾക്ക് അറിയാമായിരുന്നു വീട്ടിൽ ഒരു വലിയ പാത്രം പോലും ഇല്ല എന്ന കാര്യം. തിരക്കൊഴിയാറായ ആ സ്റ്റേഷനിൽ നിന്നും സോനം നടന്നു വന്ന് കിഷന്റെ സമീപത്തെത്തി. പപ്പയെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, "പപ്പ, വാ, നമുക്ക് പോകാം." ഇതും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന വലിയ 2 ബാഗ് പപ്പയെ ഏൽപ്പിച്ചു. എന്നിട്ട് സൈക്കിൾ റിക്ഷയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. തൊട്ടു പിറകെ കിഷനും. അയാൾ ബാഗുകളൊക്കെ സൈക്കിൾ റിക്ഷയുടെ പിറകിൽ കെട്ടിവെച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ സോനം റിക്ഷയിൽ കയറി ഇരിപ്പുണ്ട്. കൂടെ ഒരു യുവാവും. സ്റ്റേഷന്റെ പടിയിൽ സോനത്തെ കണ്ടപ്പോൾ ആ യുവാവും സമീപത്തുണ്ടായിരുന്നു. അന്തം വിട്ട് നീരസത്തോടെ സോനത്തെ നോക്കിയ കിഷനോട് അവൾ പറഞ്ഞു, "പപ്പ, ഇത് അശോക്. ഞാൻ എഴുതിയില്ല ഇവനെക്കുറിച്ച്. നമ്മൾ ഒന്നിച്ചാണ് വന്നത്" എന്ന് പറഞ്ഞ് സോനം അശോകിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തൊഴുകൈയോടെ കിഷൻ കുമാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അശോകിനെ എങ്ങനെ എതിരേൽക്കണമെന്നറിയാതെ കിഷൻ കുഴങ്ങി. പക്ഷേ മകളുടെ മുന്നിൽ പതറാതെ നിന്ന കിഷൻ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അശോകിന് ഒരു കൂപ്പുകൈ കൊടുത്തു. എന്നിട്ട് കയ്യിലിരിക്കുന്ന അവൻ്റെ ബാഗ് ചോദിച്ചു, "പുറകിൽ കെട്ടിവെക്കാമല്ലോ?" അശോക് അവൻ്റെ ബാഗ് എടുത്ത് കിഷന് കൈമാറുമ്പോഴാണ് കിഷന് മനസ്സിലാവുന്നത് അശോകിന് വലത്തെ കൈവിരലിൽ ചിലതില്ല എന്ന കാര്യം. പണ്ട് ടയർ കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ടയർ പൊട്ടി കൈക്ക് പരിക്കേറ്റതാണ്. പിന്നീട് അവിടെ തുടരാൻ സാധിക്കാതെ വന്നതിനാലാണ് തുണിമില്ലിൽ തനിക്ക് പറ്റിയ ഒരു ജോലിക്ക് അയാൾ ചേർന്നത്.
ആ ബാഗും വാങ്ങി പിറകിൽ കെട്ടിവെച്ച് വെയിൽ വീഴാറായ ആ പുലർക്കാലത്ത് തൻ്റെ അന്നത്തെ ആദ്യ സവാരിയുമായി കിഷൻ കുമാർ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പലവിധ വികാരങ്ങളും അലതല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു വന്നാലും തൻ്റെ യാത്രയും ജീവിതവും സവാരിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ അയാൾ ശ്രദ്ധിച്ചു. പതിയെ അവർ ആ ദൃശ്യത്തിൽ നിന്നും അകന്നു മറഞ്ഞു.